നമസ്കാരം. നമ്മളിന്നേ ഒരു ഗുരുതി പൂജയുടെ കുറച്ച് ദൃശ്യങ്ങളായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഗുരുതി പൂജയുടെ ഒരുക്കങ്ങളൊക്കെ നടത്തി നമ്മളിവിടെ 12 പാത്രത്തിലാണ് ഗുരുതി നിവേദ്യം കഴിക്കുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചല്പം വലുപ്പത്തിലാണ് ഗുരുതി തടം നമ്മൾ നിർമ്മിച്ചത്. അപ്പോൾ അതിന് വേണ്ടുന്നതായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഗുരുതി പൂജ ആരംഭിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചണ്ഡികാഹോമം നടത്തിയതായ ആ ക്ഷേത്രത്തിൽ തന്നെയാണ് ഗുരുതി പൂജ കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളിതോടനുബന്ധിച്ച് ഒരു ഗുരുതി പൂജ കൂടി കഴിക്കണമെന്നുള്ള താല്പര്യം കൊണ്ട് നടത്തിയതാണ്. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി മംഗളമായി അവിടെ ഈ ഗുരുതി പൂജയോടുകൂടി ചണ്ഡികാഹോമത്തോടു കൂടിയ തുടങ്ങിയതായ കർമ്മങ്ങൾ ഗുരുതി പൂജയോടുകൂടി അങ്ങനെ നമ്മൾ ഗുരുതി തർപ്പണമൊക്കെ വളരെ ഭംഗിയായി കഴിച്ച് ആരാധന കഴിച്ച് വാളും ചിലമ്പും ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് തിരിച്ച് എഴുന്നള്ളിച്ച് ഭഗവതിയുടെ പീഠത്തിൽ സമർപ്പിച്ചോട്ടോ. അങ്ങനെ മംഗളഗുരുതി സമാപ്തിയായി. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ഒരിക്കൽ